All right. Good morning. Thank you so much for joining. ഇന്നിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ എന്നുള്ളതൊക്കെ നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ടാവും അല്ലെ? ക്ലാസ് ഇല്ല എന്ന് പറയുന്നു, പിന്നെ ക്ലാസ് ഉണ്ട് എന്ന് പറയുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ചെറിയൊരു എമർജൻസി സിറ്റുവേഷൻ ആയിപ്പോയി. എമർജൻസി സിറ്റുവേഷനിൽ ശരത്തിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവൈലബിൾ ആയിപ്പോയി. പക്ഷെ ഞാൻ സെഷൻ എല്ലാം റെഡി ആയിരുന്നു, എല്ലാ കാര്യങ്ങളും റെഡി ആയിരുന്നു. എന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞതുമില്ല. So that's what happened, and I'm so sorry for that. But Sharath tried his best. അപ്പം എന്നെ അവൈലബിൾ ആവാത്തത് കൊണ്ട് ശരത്ത് പെട്ടെന്ന് ഇന്ന് സെഷൻ ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. അപ്പൊ അങ്ങനെയാണ്. പക്ഷേ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ടൈം വാസ് ഓവർ. ബട്ട് ഇന്നത്തെ ടോപ്പിക്കാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഇന്നത്തെ ടോപ്പിക്കിന്റെ ഒരു ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയെ കുറിച്ചാണ് പറയുന്നത്. ബട്ട് അപ്പൊ ഇന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം ഇന്ന് തന്നെ അത് ക്യാൻസൽ ആകുന്ന, അല്ലെങ്കിൽ ക്ലാസ് ക്യാൻസൽ ആവുന്ന സിറ്റുവേഷൻ, ദാറ്റ് ഇസ് വെരി കോൺട്രഡിക്ടറി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ബട്ട് എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സോ ഹൗ വാസ് യുവർ ഡേ? ഹൗ തിങ്സ് ആർ ഗോയിങ്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഉഷാറാണോ? കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ഹൗ തിങ്സ് ആർ ഗോയിങ്? ജസ്റ്റ് ലെറ്റ് മീ നോ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മീറ്റപ്പ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്നുള്ള ഒരു ഡേറ്റ് ഫിക്സിംഗ് ആയിട്ട് നിങ്ങൾ കരുതരുത്. നമുക്ക് അതല്ലാതെ വേറെ വഴിയില്ല, വേറെ ഡേറ്റ്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ 30-ാം തീയതി കമ്മ്യൂണിറ്റി മീറ്റപ്പ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഈ 30-ന്. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ പരമാവധി ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമ്മ്യൂണിറ്റി മീറ്റപ്പ് നമ്മളുടെ ഈ ഒരു മോർണിംഗിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതിൽ പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, അതിൽ വരിക, പങ്കെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പരസ്പരം പരിചയപ്പെടുക. അതേപോലെ തന്നെ അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് മജീദ് ഖാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പം ഇന്ന് കൺസിസ്റ്റൻസിയെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പലരുടെയും ഒരു ഇഷ്യൂ ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അതായത് തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു ഇഷ്യൂ ഇന്നത്തെ കാലത്ത് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള, കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രയും ഭയങ്കരമായിട്ട് അതിപ്രസരം ഉണ്ടായിട്ടുള്ള ഈ ഒരു സമയത്ത് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉള്ളത്. അപ്പൊ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ഇതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്താം. പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. കൺസിസ്റ്റൻസി ഇഷ്യൂ വരുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഓവർ തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഓവർ അനലൈസ് ചെയ്യുക ഒരു സിറ്റുവേഷൻ. അവർ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക, അവർ അനലൈസ് ചെയ്തിട്ട് അതിനെ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഓവർ അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ചെറിയ കാര്യങ്ങളെ കുറിച്ചും ചെറിയ ചെറിയ സിറ്റുവേഷൻസിനെ കുറിച്ചും നല്ല രീതിയിലേക്ക്, ഡെപ്തിലേക്ക് ഓവർ തിങ്ക് ചെയ്ത് അതിനെ വഷളാക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അത് ചിലപ്പോ ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സ്വഭാവം വരുന്നത് ചിലപ്പം അതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിരിക്കാം. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ പ്രോബ്ലം ആയിട്ട്, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശീലിച്ചത് കൊണ്ട്, നിങ്ങൾ കുറെ ആയിട്ട് ഓവർ തിങ്കിങ് ശീലിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശീലിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ക്യാരക്ടറായി മാറിയിട്ടുണ്ടോ? കാരണം നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞത് ശീലങ്ങളായി മാറും. ശീലങ്ങൾ പിന്നീട് നമ്മളുടെ ക്യാരക്ടറായിട്ട് മാറും. ആ ക്യാരക്ടറുടെ ഭാഗമായിട്ട് അത് വന്നിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും. കാരണം ചെറുപ്പം മുതലേ ഒരുപാട് ട്രോമ അനുഭവിച്ചത് കൊണ്ട് ആ ട്രോമയിൽ നിന്ന് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ചില ക്യാരക്ടർ ട്രൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉണ്ട്. അതിൽ ഒരു സംഗതിയായിട്ട് എന്താ വെച്ചാല് ഭയങ്കര ഹൈലി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക. ചെറുപ്പത്തിൽ നല്ല ട്രോമ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ
ഒരാളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരുപാട് ട്രോമ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ണറായി വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു ട്രോമയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ നിങ്ങളെ സെൽഫ് ഡൗട്ട് ചെയ്യാനും നിങ്ങളിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾക്കൊരു സെൽഫ് ഇമേജ് ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സെൽഫ് ഇമേജ്, ഓവർ തിങ്കിങ് നടത്തുന്ന, ഞാൻ ശരിയാണോ, സ്വന്തത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഞാൻ ശരിയാണോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണോ എന്നുള്ള സ്വയം ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് നമ്മളെ ഡിപ്രഷനിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള തിങ്കിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വല്ലാണ്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് സെൽഫ് ഡൗട്ട് ആവാം. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയോ എന്നുള്ള സെൽഫ് ഡൗട്ടിലേക്ക് പോകാം. ഓവർ തിങ്കിങ് വല്ലാണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ, നെഗറ്റീവ് തിങ്കിങ് വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയോ എന്നുള്ള സംഗതിയിലേക്ക് പോകാം. ചിലരെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഇമേജ് മാറിക്കൊണ്ടിരിക്കും. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറപ്പുണ്ടാവില്ല ഒന്നിലും. അതായത് ഞാൻ ഇത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, ഇത് തന്നെ ചെയ്യണം, വേറെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ, ഒരു നേരത്തെ ഞാൻ ചിന്തിക്കും ഞാൻ ഉഷാറാണ്, അടിപൊളിയാണ്, ഓക്കെയാണ്. ഇങ്ങനെയുള്ള തിങ്കിങ്ങും സംഗതികളും കാര്യങ്ങളും ഒക്കെ വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും എന്താ വെച്ചാൽ സെൽഫ് ഇമേജ് ഇഷ്യൂ ഉണ്ടാവും. ഈ സെൽഫ് ഇമേജ് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പാരലൈസ്ഡ് ആവും. ഇങ്ങനെ പാരലൈസ്ഡ് ആയി പോകുന്നു ഒന്നുകിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടോ, അതല്ലെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ ADHD ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ വേറെ കുറെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഓവർ തിങ്കിങ് സംഭവിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടാവാറ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിനെ വല്ലാണ്ട് ക്യാരി ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പെയിൻ അത് വല്ലാണ്ട് ക്യാരി ചെയ്യുന്ന ആൾക്കാർക്ക് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടാവും. കാരണം അവർക്ക് എപ്പോഴും ഒരു എസ്കേപ്പിസം ഉണ്ടാവും. അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പേടിയാണ്. കാരണം ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഫേസ് ചെയ്യാൻ കഴിയില്ല. അതിനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ബോഡി എപ്പോഴും ഒരു ഡിഫൻസ് മെക്കാനിസം മോഡിലാണ്, ബോഡി എപ്പോഴും ഒരു വിജിലൻസ് മോഡിലാണ്, ബോഡി എപ്പോഴും എന്താ വെച്ചാല് ഒരു 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 ഇൻസെക്യൂർഡ് ആയിട്ടുള്ള മോഡലാണ്, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മോഡലല്ല. എപ്പോഴും ഇങ്ങനെ അലേർട്ടാണ്, എപ്പോഴും പേടിയാണ്, എപ്പോഴും ലൈക്ക് ആരെയും വിശ്വാസമില്ല. അങ്ങനെ പല 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 രീതിയിൽ എന്താ വെച്ചാൽ ഒരു ബോഡി ഫുൾ ടൈം ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ബോഡിക്ക് ഓട്ടോമാറ്റിക് ബോഡിയുടെ ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ആ ഒരു പെയിനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടും. ആ പെയിനിൽ നിന്ന് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഇതൊരു പാറ്റേൺ ആയി മാറും. ഇതിനെ ഫേസ് ചെയ്യാൻ നമുക്ക്, കാരണം അത്രയ്ക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കാം, ട്രോമകളായിരിക്കും ചെറുപ്പത്തിൽ അനുഭവിച്ചത്, അത്രയും വേദനിപ്പിക്കുന്നതായിരിക്കാം, അത്രയ്ക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം. അപ്പൊ ആ സംഗതികളിൽ നിന്നും ഒളിച്ചോടുന്ന ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്, അപ്പോ അത് പലപ്പോഴും എന്താ വെച്ചാൽ അത് നമുക്ക് ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ചെറുപ്പത്തില് ഇത് ഒരു കാരണമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് അല്ലെങ്കിൽ വേറെ എന്താണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം വെച്ചാല് ചെറുപ്പത്തിൽ ഒരുപാട് ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരും. അതായത് ചൈൽഡ് ലേബർ, ഇഷ്ടമില്ലാതെ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരിക, അതിന്റെ പേരിൽ ഒരുപാട് ചീത്ത, വഴക്ക്, പീഡനം സംഗതികൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സംഗതികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതായത് ചെയ്യേണ്ട ജോലികളും ടാസ്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ നമ്മൾ മടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ പറ്റിയ സമയത്തോ നമുക്ക് ഒരുപാട് വഴക്ക് കിട്ടുക, ചെറുപ്പത്തിൽ ഒരുപാട് പണിഷ്മെന്റ് കിട്ടുക, അത് സ്കൂളിലെ ഹോംവർക്ക് മുതലാവാം, എന്തുമായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായാൽ പോലും വർക്കുകളെ, ജോലികളെ, ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായിട്ടും ഇഷ്ടത്തോടു കൂടി, താല്പര്യത്തോടു കൂടിയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത്, വെൽക്കം ചെയ്ത്, എംബ്രേസ് ചെയ്ത്, എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥകൾ. അപ്പൊ പലപ്പോഴും ബോഡി എപ്പോഴും എന്താ വെച്ചാൽ അറിയാതെ, നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ലെവലിൽ, സബ് കോൺഷ്യസ് ലെവലിൽ, അപ്പോ ബോഡിയുടെ ഒരു എന്താ പറയുക, ബോഡി അറിഞ്ഞുകൊണ്ടല്ല ഈ റിയാക്ഷൻസ് വരുന്നത്. ഒരാൾ പെരുമാറുന്നത്, ഒരാൾ ഡിസിഷൻസ് എടുക്കുന്നത്, ഒരാൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് ആയിക്കോട്ടെ, അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നടക്കുന്ന പ്രവൃത്തിയല്ല. അത് കംപ്ലീറ്റ്ലി എന്താണ്, അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നടക്കുന്ന പരിപാടിയാണ്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു എന്താ പറയാ കൺസിസ്റ്റൻസി ഇഷ്യൂ വരുന്നുണ്ട് എങ്കിൽ ഈ കൺസിസ്റ്റൻസി ഇഷ്യൂ റൂട്ടഡ് ആയിരിക്കുന്നത് ചൈൽഡ്ഹുഡിലെ നമ്മുടെ ട്രോമകളും കാര്യങ്ങളും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലേക്കും ഒക്കെയാണ്. അപ്പൊ ഇത് നമ്മളെ പ്രോഗ്രാമിംഗ് ആയി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഓരോ സെല്ലുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സെല്ലുകളെ ഓരോ ഡിസിഷൻസിനെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലുകളിലും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഓരോ ഡിസിഷൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും നമ്മൾ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ പലതവണ നമ്മൾ ശ്രമിച്ചിട്ട് ഒരുപാട് തവണ ശ്രമിച്ച് പുതിയൊരു ഹാബിറ്റ് ആക്കിയിട്ട് പുതിയൊരു പ്രോഗ്രാമിംഗ് ആക്കി നമ്മൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അതൊരു മെത്തേഡാണ്. പക്ഷെ അതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹീലിംഗ് ചെയ്യണം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഹീല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. വി ഹാവ് ടു ബ്രിങ് ബാക്ക് അവർസെൽവ്സ്. അപ്പൊ കൺസിസ്റ്റൻസി ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ശീലത്തിന്റെ പ്രോബ്ലം മാത്രമല്ല, അത് ഒരു ക്യാരക്ടർ പ്രോബ്ലമായി മാറിയിട്ടുണ്ട്. അതൊരു ഓവർ തിങ്കിങ് ഇഷ്യൂ ആയിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസുമായിട്ട് അത് കണക്റ്റഡ്. അപ്പൊ വർഷങ്ങളായിട്ട് ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ഇമോഷൻസ് റൺ ചെയ്യുന്നുണ്ട് എങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഇഷ്യൂ എന്നും ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് നമുക്കത് അത് ചൈൽഡ്ഹുഡ് മുതലുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ എടുത്തിട്ട് ഹീൽ ചെയ്യും. അതിനാണ് നമ്മൾ പറഞ്ഞു നമ്മളുടെ മീറ്റപ്പിന് എന്തായാലും വരും. മീറ്റപ്പിന് 30-ാം തീയതി നടക്കുന്ന നമ്മുടെ മീറ്റപ്പിന് എന്തായാലും വരും. വിദ്യാസാഗർ പറയുന്നു എനിക്ക് 30-ന് അത്യാവശ്യമായ പ്രോഗ്രാം ഉള്ളതിന് പ്ലാൻ ചെയ്തതിനാൽ പരിപാടിയിൽ സാധിക്കില്ല. എത്ര പേർക്ക് വരാൻ കഴിയും 30-ാം തീയതി? ഈ വരുന്ന 30-ാം തീയതി എത്ര പേര് നമ്മളുടെ മീറ്റപ്പിലേക്ക് വരാൻ? നമ്മൾ അതിലെന്താ വെച്ചാൽ ചൈൽഡ്ഹുഡ് ഹീലിംഗ്, അതുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ഹീലിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ എന്ത് ചെയ്യും, അന്ന് അവിടെ ഹീലിംഗ് ആയിരിക്കും പ്രധാനമായിട്ട് നടക്കുന്ന ഒരു കാര്യം. സോ കം ആൻഡ് ജോയിൻ. എത്ര പേർക്ക് എന്താ വെച്ചാൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അതിന് വേണ്ടിയിട്ട് വരാൻ തയ്യാറാണ്? കാലിക്കറ്റ് വെച്ചിട്ടാണ് നടത്തുന്നത്. ലൊക്കേഷൻ, ഫൈനൽ ലൊക്കേഷൻ നമ്മളിപ്പോൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ഹോട്ടൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നടക്കും. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു കമന്റ് ഡൗൺ? കമന്റ് ഡൗൺ ബിക്കോസ് ഐ വുഡ് ലവ് ടു നോ യുവർ എത്ര പേര് നമുക്ക് ഇന്നത്തോടു കൂടി എന്ന് വെച്ചാൽ നമുക്കത് ഫൈനലൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ജുവാന വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. യെസ്, വെരി ഗുഡ്. Me എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് whoever will be there, just comment out if, because അതിന്റെ പ്രോഗ്രാമിന് ഫീ വരുന്നത് വെച്ചാൽ അതിന് പ്രോഗ്രാമിന് ഒരു പാർട്ടിസിപ്പേഷൻ ഫീ ഉണ്ട്. പാർട്ടിസിപ്പേഷൻ ഫീ വരുന്നത് വെറും എന്താ പറയാ 1700 രൂപ അതിനുള്ളിലായിരിക്കും വരിക. 1700 1500 അത് നമ്മൾ ആ ഹോട്ടൽ എക്സ്പെൻസിനനുസരിച്ചാണ്. എന്തായാലും ഒരു 1500-നുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി പ്രോഗ്രാമിന്റെ ഫീ നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, 1500-ഓളം നമുക്ക് അതിന്റെ ഒരു പേയ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ചില, ഇനി അതിലേറെ നമുക്ക് കുറക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കുറയ്ക്കും. കാരണം അതിന്റെ പേയ്മെന്റ് ഫൈനലൈസ് ആവാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഫൈനൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ പേയ്മെന്റ് ഫീ. ഓക്കെ, എന്തായാലും അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഹോട്ടലിലൊക്കെ നമുക്ക് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് അവിടെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിലൊക്കെ നല്ല പേയ്മെന്റ് ഉണ്ട്. സോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പേയ്മെന്റ് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മളൊരു കോഴ്സോ കാര്യങ്ങളോ സംഗതികളോ ചെയ്യുന്ന പോലെ സംഗതി അല്ല. സോ ദാറ്റ് വിൽ ബി ദ ഡേറ്റ്. 30-ാം തീയതിയാണ്, ഈ വരുന്ന 30-ാം തീയതി. ഇനി ആകെ 4 days ഉള്ളൂ. 4 days ആണുള്ളത്. സോ നിങ്ങൾ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇത്തരത്തിലുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗും അതേപോലെ തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള കൺസിസ്റ്റൻസി ഇഷ്യൂസ്, സെൽഫ് ഡിസിപ്ലിൻ ഇഷ്യൂസ്, ഹാബിറ്റ് ഇഷ്യൂസ്, അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമകൾ, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ്, നിങ്ങളുടെ വെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കുകൾ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എന്താ വെച്ചാൽ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഹീലിംഗ് നമുക്ക് ചെയ്യാനും നിങ്ങളുടെ അവയർനെസ് നല്ല രീതിയിലേക്ക് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ എനർജി, കാരണം ആ ഒരു ഹയർ എനർജിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. സോ കം ആൻഡ് ജോയിൻ. സോ പങ്കെടുക്കുന്ന ആൾക്കാർ എല്ലാവരും എന്താ വെച്ചാൽ ഇഫ് യു ക്യാൻ പാർട്ടിസിപ്പേറ്റ്, കം ആൻഡ് ജോയിൻ. ആൻഡ് അമീർ ഷാബി പറയുന്നു 1000 രൂപയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അത് ഫൈനൽ ആയിട്ടില്ല. 1000-1500 രൂപയുടെ ഉള്ളിലായിരിക്കും വരുന്നത്. അത് ഹോട്ടൽ എക്സ്പെൻസിനനുസരിച്ചാണ്. കാരണം ചില ഹോട്ടലുകളിൽ നമുക്ക് 1290-80 രൂപയൊക്കെ പ്ലസ് ടാക്സ് വരുന്നുണ്ട്. 1200 സംതിങ് പ്ലസ് ടാക്സ് വരുന്നുണ്ട് ചില ഹോട്ടലുകളിൽ. അപ്പം നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ നോക്കുന്നുണ്ട്.
If it is available, we will finalize that. Or otherwise, if it is not available, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ ഒരു പ്രീമിയം ഹോട്ടലിൽ നിന്ന് ചിലപ്പോൾ ബുക്ക് ചെയ്യേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് വിൽ ബി ഒരു 1500 രൂപയുടെ ഉള്ളിലായിരിക്കും പേയ്മെന്റ് വരുന്നുണ്ടാവുക. അതൊരു ഹോൾ ഡേ പ്രോഗ്രാം ആണ്. അപ്പോൾ നിങ്ങൾ അതൊരിക്കലും വലിയ പേയ്മെന്റ് ആയിട്ടോ ടിക്കറ്റ് ആയിട്ടോ കരുതരുത്. ബട്ട് ദ എൻറ്റയർ പ്രോഗ്രാം ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. സോ നിങ്ങൾ കാണിക്കുന്ന ആവേശം, ഇൻട്രസ്റ്റ്, താല്പര്യം ഇതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ പീപ്പിൾ ഹു വിൽ ബി ഇൻട്രസ്റ്റഡ്. എനിക്ക് അത്രയാണ് പറയാനുള്ളത് ആ വിഷയത്തിൽ. ഇനി സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണ് നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക് ഉണ്ട്, ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഡിസിപ്ലിൻ ഈസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. റയാൻ ഹോളിഡേ ആണ് എഴുതിയിട്ടുള്ളത്. ഡിസിപ്ലിൻ ഈസ് ഡെസ്റ്റിനി. കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കും. ഇത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് അദ്ദേഹം പറയുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നതിൽ ഏർലി മോർണിംഗിൽ നമ്മൾ എണീക്കുന്ന വ്യക്തികളാവും. സെൽഫ് ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതി എന്ന് പറയുന്നത് ബി എ ഏർലി റൈസർ. നമ്മൾ എന്ത് ചെയ്യുക, അതിരാവിലെ പുലർക്കാലം മോർണിംഗിൽ ഏർലി 5 മണിക്ക് എങ്കിലും മിനിമം എണീക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മൾ മാറും. അതിരാവിലെ നമ്മൾ എണീറ്റ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹെൽപ്പ് us a lot. ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ വല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ചേഞ്ച് ചെയ്യുന്നതിലേക്ക് അത് സഹായിക്കും. ഏർലി മോർണിംഗിൽ നമ്മൾ എണീക്കുക, കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കീപ് റൈറ്റിംഗ്. എഴുതുക എന്നുള്ളൊരു ക്വാളിറ്റി. എഴുത്ത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ കൊണ്ടുപോകും. നമ്മൾ മൈൻഡിലിട്ടിട്ട് ആലോചിക്കുമ്പോൾ പലതും മറന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മെമ്മറി കപ്പാസിറ്റി വളരെ ടെമ്പററി ആയിരിക്കും. പല കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഓർമ്മകൾ ഉണ്ടാകും. കാരണം അവർ പല കാര്യത്തെക്കുറിച്ചും ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ട് മുമ്പ് തിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തതിനു ശേഷം പിന്നീട് അവർ ഓവർ തിങ്ക് ചെയ്യുന്നത് വേറെന്തോ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് നടക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ഇതിനു മുൻപ് ആലോചിച്ച കാര്യത്തെക്കുറിച്ച് തീരെ ഒരു ചിന്ത ചിലപ്പോൾ അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ ചിന്തിച്ചുകൊണ്ട് ഓവർവെൽമഡ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഒന്നും ചെയ്യാൻ കഴിയാതെ പാരലൈസ്ഡ് ആയി. പലപ്പോഴും പല ആൾക്കാർക്കും പല രീതിയിലാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. എന്ത് ഓവർ തിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എന്താ വെച്ചാൽ മെമ്മറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അവർക്ക് പലപ്പോഴും മറവിയിട്ടും. അപ്പൊ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ജസ്റ്റ് കീപ് റൈറ്റിംഗ്. നിങ്ങളുടെ ടാസ്കുകൾ എന്താണോ, നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്താണോ, അത് എഴുതി വെക്കുക. എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് അത് എഴുതി വെക്കുമ്പോൾ, എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു പോകുമ്പോൾ, ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ തലേ ദിവസമോ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ജസ്റ്റ് കീപ് റൈറ്റിംഗ്. വളരെ പവർഫുൾ, ചെറിയ സിമ്പിളായ കാര്യമാണ്, പക്ഷെ വെരി പവർഫുൾ ടൂളാണ്. എന്ന് വെച്ചാൽ എഴുതുക എന്ന് പറയും. നിങ്ങൾ എഴുതുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? സോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പ്ലാൻ ചെയ്തു തുടങ്ങുക. എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്, പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു തിങ്കിങ് ഉണ്ട്. ആ തിങ്കിങ് ഒഴിവാക്കുക. പലപ്പോഴും പെർഫെക്ഷനിസം വരുന്നതും ഇതുപോലെ ഓവർ തിങ്കിങ് വരുന്നതാണ്. അതായത് പലപ്പോഴും കൺസിസ്റ്റൻസി പലർക്കും ഇല്ലാത്തതിന്റെ റീസൺ പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു തിങ്കിങ് ചിലർക്ക് ഉണ്ടാവും. അതിന്റെ പേരിൽ എന്ത് ചെയ്യും, ഡിലേ വരുത്തും പല കാര്യങ്ങളും. അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ ഞാനത് ചെയ്യും. സംടൈംസ് യു ജസ്റ്റ് ഹാവ് ടു ഷോ അപ്പ്. പെർഫെക്റ്റ് ആവണം എന്ന് ചിന്തിക്കരുത്. അതങ്ങ് എന്ത് ചെയ്താൽ മതി, അങ്ങ് ചെയ്താൽ മതി. അതങ്ങ് ചെയ്താൽ മതി.
ചിലപ്പോഴെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോഴും പെർഫെക്റ്റ് ആവണം എന്നില്ല. സംടൈംസ് you just show up. You just show up. You just show up. You just show up. You don't need to be perfect. Just be consistent. പെർഫെക്റ്റ് ആവണം എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോയിങ് അപ്പ് ആണ് പ്രധാനം. മനസ്സിലാവുന്നുണ്ടോ? ഷോയിങ് അപ്പ് ആണ് പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ എന്ത് ചെയ്യുക, എത്തുക. ചിലപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ജിമ്മിൽ പോവാണ് ഒരാൾ. ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും വളരെ എനർജറ്റിക് ആയിട്ട് ആവേശത്തോടു കൂടി ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. വേണ്ട. ജിമ്മിലേക്ക് പോവുക, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. ജോലിക്ക് പോവുക, എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ സ്മോൾ എമൗണ്ട്, ജസ്റ്റ് കീപ് ഡൂയിങ് ഇറ്റ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്ഷനിസം തിങ്കിങ് അല്ല, മറിച്ച് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം, ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ലിറ്റിൽ എമൗണ്ട്, ബി കൺസിസ്റ്റന്റ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ടെമ്പററി ആയിട്ടുള്ള ഒരു ഇന്റൻസിറ്റി അല്ല നമുക്ക് ആവശ്യം, ഒരു പെർമനന്റ് കൺസിസ്റ്റൻസിയാണ് ആവശ്യം എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ടെമ്പററി ആയിട്ടുള്ള ഇന്റൻസിറ്റി അല്ല ആവശ്യം, ഒരു ഇന്റൻസ് ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ല നമുക്ക് ആവശ്യം താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന, മറിച്ച് പെർമനന്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. തുടർച്ചയായിട്ട് അത് ചെയ്യുക, ഡു ഇറ്റ് അഗൈൻ. ഈവൻ ചില സമയത്ത് ചില ദിവസം ചിലപ്പോൾ മിസ്സായി പോയാലും just keep doing it again and again and again and again and again and again and again, and result will come. Slowly the result will come. You can bring back the result. You can build the result. You can build the height. മനസ്സിലാവുന്നുണ്ടോ? You can always make a comeback. And consistency is also about attacking the pain or the battle with the pain. ഇതൊരു യുദ്ധമാണ്. എന്തുമായിട്ട്? നിങ്ങളുടെ വേദനയുമായിട്ട്. നിങ്ങളുടെ ട്രോമ പെയിൻ ഉണ്ട്, ട്രോമയിൽ നിന്നുള്ള പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്, ഒരു പെയിനുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു മെന്റൽ പെയിൻ ഉണ്ട്, ഒരു മെന്റൽ സ്ട്രഗിൾ ഉണ്ട്, ഒരു മെന്റൽ യുദ്ധമുണ്ട്. അതിനെ വിജയിക്കുക എന്നുള്ളതാണ്. You have to win the battle. So it's just a mental game. So you conquer the mind by attacking your pain. നിങ്ങളുടെ പെയിനെ എന്ത് ചെയ്യാണ്, അതിനെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിയേ പറ്റൂ. അത് നിങ്ങളെ കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സോ അത് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ വർക്ക് എന്താണ്, സംഗതികൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ അവെയർ ആവണം. ഇതെന്റെ ട്രോമയാണ് എന്നെ പിൻവലിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ പ്രോഗ്രാമിംഗ് ആണ് എന്നെ പിൻവലിക്കുന്നത്. എന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇതിപ്പോ ഇനി ചെയ്യണല്ലോ, അല്ലെങ്കിൽ എനിക്കിനി എവിടെ പോകണല്ലോ എന്നുള്ള ആ ഒരു സംഗതി ആലോചിക്കുമ്പോൾ, അത് നിങ്ങളെ പാരലൈസ്ഡ് ആക്കുമ്പോൾ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവയർനെസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് എന്താണ്? My trauma is working, my programming is working, my habit is working, and it is against me. It will not serve me. അതെന്നെ ഹെൽപ്പ് ചെയ്യില്ല. I have to fight against it. എനിക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. And I am going to fight and I am going to win every day. It's a mental battle you are winning. It's a mental battle that you are winning. ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ മെന്റൽ ബാറ്റിൽ എന്ത് ചെയ്യണം, വിൻ ചെയ്യുക എന്നുള്ളത്. Is it easy? It's not easy. It's not easy. If it was easy, everybody would have done it. അത്ര ഈസി ആയിരുന്നെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ലല്ലോ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടെ സ്പെഷ്യൽ അല്ലേ? സ്പെഷ്യലായ ഗ്രോത്ത് വേണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്പെഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? യെസ് ഓർ നോ? സ്പെഷ്യൽ ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. സ്പെഷ്യൽ റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ചിന്തിച്ചേ പറ്റൂ,
സ്പെഷ്യൽ ആയിട്ട് ഈ ഇമോഷൻസിനെ, ബാറ്റിൽസിനെ വിൻ ചെയ്തേ പറ്റൂ. You have to get up and fight that mental battle. You have to win the mental battle. അതെങ്ങനെ വിൻ ചെയ്യുന്നത്? ഞാൻ വിൻ ചെയ്യാൻ ചൂസ് ചെയ്യുന്നു. Again and again and again and again and again. And this is not about നിങ്ങളുടെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. You want to create a better version for yourself. കാരണം നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്, ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങൾ എന്തിന് അർഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങൾ എന്തിന് അർഹതയുള്ളവനാണ് അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ആരാണ് അതിനാണ് നിങ്ങൾക്ക് ലഭിക്കുക. So it's all about you building a better version. നിങ്ങളുടെ ബെറ്റർ വേർഷൻ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ജോലി പോയി ചെയ്യുക എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ഗെയിം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള കളി എന്ന് പറയുന്നത് you are building yourself. You are building your true self. നിങ്ങളുടെ ഹയർ പവറിനെ പുറത്തു കൊണ്ടുവരിക. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ജോലി ചെയ്യല്ല. You bring back from the weak, ആ വീക്കായ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ സ്ട്രോങ് ആക്കി ഓരോ ദിവസവും അത് ചെയ്ത് ബെറ്ററാക്കി കൊണ്ടുവരിക എന്ന പ്രോസസ്സാണ് എൻ്റെ പണി. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമോഷൻസിനെ ബെറ്റർ ആക്കലാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്ന എക്സസൈസ്. എൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കലാണ് എൻ്റെ ഉദ്ദേശം, എൻ്റെ ഫോക്കസ് വർദ്ധിപ്പിക്കലാണ് എൻ്റെ ഉദ്ദേശം, എൻ്റെ ഇമോഷൻസിനെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയലാണ് ഉദ്ദേശം, എൻ്റെ ഇമോഷൻസ് സ്റ്റേബിൾ ആക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. I am working with myself. I am not working in my company. I am not working with my job. എൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതല്ല, എനിക്കിവിടെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. What I am actually doing is the core level. ഞാൻ ചെയ്യുന്നത് എന്നെ ഹീൽ ചെയ്യാണ്, എന്നെ ഞാൻ ബെറ്റർ ആക്കുകയാണ്. ഇതെന്നെ ബെറ്റർ ആക്കാനുള്ള, എന്നെ ഹീൽ ചെയ്യാനുള്ള, എന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഷോപ്പ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്നത്, അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ടാസ്കുകൾ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. I want to bring myself back. This is my transformation opportunity. ഇത് എന്നെ മാറ്റാനുള്ള അവസരമാണ്. This is not just a job for me. This is not just a task for me. This is me trying to help myself to get out of the pit. ചെളിക്കുണ്ടിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, വീണെടുത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്താനുള്ള എൻ്റെ ഒരു പ്രോസസ്സാണ്, ഹെൽപ്പ് ചെയ്യാനുള്ള അവസരമാണ്. ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഹിയർ എന്ന ഒരു കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? You have to approach work like that. Then you are building yourself. Then you are like, you are building. And even if it is slow, even if it is, you just do it 1% at a time. Slowly make it better. Always think about, like, how can I be better? It doesn't mean that, like, I am bad. ഞാൻ ഇപ്പൊ ബാഡ് ആണ്, മോശമാണെന്നുള്ള തിങ്കിങ് അല്ല. എനിക്ക് എന്നെ എങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം, ഞാൻ ഉഷാറാണ്, ഇതിലേറെ ബെറ്റർ ആക്കിയിട്ട് എനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. സോ ഞാൻ എന്നെ ബെറ്റർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ I will become the deserving person for better things. ഇപ്പോ ഉള്ള എനിക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അർഹിക്കുന്ന കാര്യങ്ങളാണ് എനിക്കിപ്പോ ലഭിക്കുന്നത്. Am I right? കാരണം ഇതാണ് ഞാൻ ഇതിനുള്ള കാര്യങ്ങൾ, എനിക്ക് ഇപ്പൊ ലഭിക്കുന്ന വരുമാനം, എനിക്ക് ഇപ്പോ ലഭിക്കുന്ന പ്രശ്നങ്ങൾ, എനിക്ക് ഇപ്പോ ലഭിക്കുന്ന പ്രയാസങ്ങൾ, എനിക്ക് ഇപ്പോ ലഭിക്കുന്ന സമ്പത്ത്, എനിക്ക് ഇപ്പോ ലഭിക്കുന്ന അവസരങ്ങൾ, എനിക്ക് ഇപ്പോ ലഭിക്കുന്ന അറിവുകൾ, എനിക്ക് ഇപ്പോ ലഭിക്കുന്ന സാമ്പത്തിക സിറ്റുവേഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഞാൻ ഇപ്പോ ആരാണോ, എന്താണോ, എത്രത്തോളമാണോ എൻ്റെ കഴിവ്, അറിവ്, എൻ്റെ സെൽഫ് ഡിസിപ്ലിൻ, എൻ്റെ കൺസിസ്റ്റൻസി, എൻ്റെ ക്വാളിറ്റീസ് എത്രത്തോളമാണോ, അതേപോലെ എൻ്റെ പോരായ്മകൾ എത്രത്തോളമാണോ, ആ വ്യക്തിക്ക് അർഹിക്കുന്നതാണ് ഇപ്പൊ ലഭിക്കുന്നത്. സ്വർണോ എസ്വർണോ ഇതാണ് ഞാൻ ഇതിനുള്ളത് ഇപ്പൊ എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേറെ ബെറ്റർ ഞാൻ ആയാൽ ഇതിലേറെ ബെറ്റർ എനിക്ക് ലഭിക്കും. എസ്വർണോ? ഹലോ
ഒന്ന് കമന്റ് ചെയ്യടോ. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കേൾക്കുവാണ്. എന്താണ് വൈ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ ലൈക്ക് ഗിവ് മീ സംതിങ് ബാക്ക്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആവേശത്തോടു കൂടി നിങ്ങൾ നല്ല രീതിയിൽ കമന്റ് ഒക്കെ ചെയ്തൊക്കെ ഞാൻ കൂടുതൽ തരും. കാരണം നിങ്ങൾ കൂടുതൽ ലഭിക്കാൻ അർഹിക്കുന്ന വ്യക്തിയായി മാറുന്നു. മനസ്സിലാകുക. ബി എ ഗിവർ. ഓക്കെ, വെരി ഗുഡ്. ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നല്ലേ? പൊന്നോ, ഒന്ന് വിളിച്ചാലേ വരുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ എന്താണ് ടോക്കിംഗ് അബൌട്ട്, ലൈക്ക് ബി എ ഗിവർ. ബി എ ഗിവർ ടു 100%. നിങ്ങളുടെ 100% അല്ലെങ്കിൽ 1000% കൊടുക്കണം. നോട്ട് ഈവൻ 100% ഇസ് ഇനഫ്. നിങ്ങളുടെ 100% കൊടുത്താൽ പോരാ, 120%. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ അപ്പൊ നിങ്ങളുടെ കൺസിസ്റ്റൻസിയുടെ കാര്യം വരുമ്പോൾ നമ്മളെ എഫേർട്ട് ഇടുക എന്നാണ്. You just do your effort every day. You will get who you are. You will get based on who you are. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങൾ ആരാണ് എന്നതിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. So what we are doing is like, we are building. Consistency is all about building yourself. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോലി ചെയ്യുക, ടാസ്ക് ചെയ്യുക എന്നുള്ളതല്ല. I am building myself. I am making myself better. ആ പ്രോസസ്സിലേക്ക് ഫോക്കസ് ചെയ്യും. എനിക്ക് എന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എൻ്റെ ബ്രെയിൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ വർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതിന് പകരം ഞാൻ ആ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ എന്താകുന്നുണ്ട്, എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാണ് ഇവിടെ, എൻ്റെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാണ്. കാരണം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. എൻ്റെ ലൈഫിൽ ഞാൻ അർഹിക്കുന്ന ബെറ്റർ റിസൾട്ട്സ് എനിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബിക്കം എ മാസ്റ്റർ അറ്റ്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എന്തായിരിക്കണം, നല്ല രീതിയിലേക്ക്. സോ ഫോർ ദാറ്റ്, ലൈക്ക് വി ആർ ബിൽഡിങ്, വി ആർ ഹീലിംഗ്, വി ആർ ഓവർകമ്മിങ് ദ ഒബ്സ്റ്റക്കിൾസ്. നമ്മുടെ പെയിന് മറികടന്ന്, നമ്മുടെ പ്രയാസങ്ങൾ മറികടന്ന്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറികടന്ന് വി ഹാവ് ടു ബിൽഡ് സ്ലോലി. ഈവൻ ഇഫ് ഇറ്റ് ഈസ് സ്ലോ, ജസ്റ്റ് കീപ് ഓൺ ബിൽഡിങ്. സോ നമ്മുടെ പെയിനെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. ആൻഡ് ദിസ് ഈസ് എ ബാറ്റിൽ അഗെയിൻസ്റ്റ് പ്ലഷർ. നമ്മുടെ സന്തോഷങ്ങൾക്കെതിരെയുള്ള, ആനന്ദങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധം കൂടിയാണ്. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷൻസ്. നമുക്ക് ഒരുപാട് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് വരിക എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഡിസിപ്ലിൻ ഇസ് ആൾസോ ലൈക്ക് ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ പ്ലഷർ. നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറെ മധുരങ്ങളുണ്ട്, നമ്മളെ വഴിതെറ്റിക്കുന്ന, ഡിസ്ട്രാക്ട് ചെയ്യുന്ന മധുരങ്ങൾ. നമ്മുടെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് അതായിരിക്കും. ആ പ്ലഷറിനെതിരെയുള്ള എന്താണ്? ഇറ്റ്സ് എ ബാറ്റിൽ. അതിനെതിരെ ഉള്ള ബാറ്റിലാണ്. കൈപ്പേറിയ കാര്യങ്ങൾ അല്ലെ, നമുക്കിത് ചെയ്യാൻ മടിയാണ് എന്നുള്ള പെയിനുള്ള കുറെ കാര്യങ്ങൾ, അതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അടുത്തത് എന്താണ്? നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് കിടക്കുന്ന നമ്മളെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനോട് നോ പറയാൻ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ലക്ഷ്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനോട് നോ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യു വിൻ ദ ബാറ്റിൽ ഓഫ് പ്ലഷേഴ്സ്, ബോഡിലി പ്ലഷേഴ്സ്. അല്ലെ, വെറുതെ ഇരിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു അല്ലെ, വെറുതെ ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കും. അത് ഒളിച്ചോട്ടമാണ്. പ്ലഷേഴ്സ് എന്ന് പറയുന്ന ഒളിച്ചോട്ടമാണ്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളോട് മനസ്സിലാവുന്നുണ്ടോ? ഷമീർ പരപ്പൻ പറയുന്നു വി ആർ ഇമ്മേഴ്സ്ഡ് ഇൻ ക്ലാസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഭയങ്കര ഇമ്മേഴ്സ്ഡ് ആയിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലാം മറന്നു പോകാന്നാ പറയുന്നത്. അപ്പൊ കമാൻഡ് മറക്കരുത്. ഓക്കെ, നമ്മളിവിടെ കമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് മറക്കാൻ പാടില്ല. അത്രയ്ക്ക് ഇമോഷൻ വേണ്ട. ഓക്കെ, വെരി ഗുഡ്. ഓൾറൈറ്റ്. എനിവേ, കം ബാക്ക്. സോ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ബാറ്റിൽ അഗെയിൻസ്റ്റ് പ്ലഷർ. നമ്മുടെ ടൈനി പ്ലഷേഴ്സ് ഉണ്ട് നമുക്ക്. അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചേരം സമയം കാണാം, കുറച്ചേരം സിനിമ കാണാം, അല്ലെങ്കിൽ കുറച്ചേരം കഴിയട്ടെ, കുറച്ചേരം വെറുതെ ഇരിക്കുന്നതായിരിക്കാം, കുറച്ചേരം കൂടെ ഉറങ്ങാം എന്നുള്ളതായിരിക്കാം. യു ബിൽഡ് എ ബെറ്റർ വേർഷൻ. യു ഹാവ് ടു ബി അവെയർ ഓഫ് ഹൗ ഓൾഡ് ആർ യു. നിങ്ങൾ എത്ര വർഷമായി, എത്ര വയസ്സാണ്.
ചിന്തിക്കുക. യങ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, യു തിങ്ക് യു ഹാവ് ലോട്ട് ഓഫ് ടൈം. വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ സമയം ഇനിയുണ്ടല്ലോ, ലൈഫ് എൻജോയ് ചെയ്യാം. ലൈഫ് എൻജോയ് ചെയ്യണം, വേണ്ടെന്ന് ഞാൻ പറയും. ബട്ട് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യണോ, സ്റ്റാർട്ട് യങ് ആസ് പോസിബിൾ. വളരെ യങ് ആയിട്ടുള്ള സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളും സെൽഫ് ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത്. കാരണം തുടക്കം മുതലേ നിങ്ങൾ ഇപ്പൊ തന്നെ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, ഈ സെഷൻസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും, അതൊരു പ്രോഗ്രാമിംഗ് ആയിട്ട് മാറും. കുറച്ചുകൂടെ ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായും, ഇഫ് യു ക്യാൻ കൺസിസ്റ്റന്റ്. ഇനി ഓൾറെഡി ഒരു 30 വയസ്സിന് മുകളിലെത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്, 30, 35, 40 ഒക്കെ ഇടയിൽ, അല്ലെങ്കിൽ 40 ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, 50 ആയിട്ടുള്ളവരുണ്ടാവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടൈം കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റും. നോ, യു സ്റ്റിൽ ഹാവ് ടൈം, ബിക്കോസ് ദിസ് ഈസ് ദ ടൈം മോസ്റ്റ് പീപ്പിൾ ബിൽഡ് ദംസെൽവ്സ്. കാരണം നമ്മളുടെ എൻജോയ്മെന്റും റിലാക്സേഷനും ഈ യങ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എത്രയായാലും നമ്മളുടെ ഇമോഷൻസിനെ പിടിച്ചാൽ കിട്ടില്ല, നമ്മളെ പ്ലഷറുകളെ പിടിച്ചാൽ കിട്ടില്ല. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ചാടിക്കൊണ്ടിരിക്കും, അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ബട്ട് ഒരു 30, 35, 40 ഒക്കെ ആകുമ്പോഴേക്കും എന്ത് തോന്നും, തിരിച്ചറിവ് വന്നു തുടങ്ങും. അതിന് കാരണം എന്താ വെച്ചാൽ ചുറ്റുപാടുമുള്ള പലരും പിയർ പ്രഷർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ചുറ്റുപാടുകളുടെ അല്ലെ, ഒപ്പമുള്ള പലരും എന്ത് ചെയ്യും, വിജയിച്ചു തുടങ്ങും. ഒപ്പമുള്ള പലരും എന്ത് വെച്ചാല് വീടുകൾ വെച്ചു തുടങ്ങും, വാഹനം വാങ്ങിച്ചു തുടങ്ങും. സോ then there is something called like urgency. വന്നു കഴിഞ്ഞു, ഇനിയിപ്പോ സമയമില്ല, ഇനിയെങ്കിലും ചിന്തിച്ചേ പറ്റൂ, ഇനിയെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തേ പറ്റൂ, സമയം ഇതാ കഴിഞ്ഞു പോകും, ഞാനൊരു പരാജിതനായിക്കൊണ്ടിരിക്കുക എന്നുള്ള ഫിയർ നമ്മളങ്ങോട്ട് കീഴ്പ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വെച്ചാൽ നമുക്ക് പറയും, നമ്മളെന്ന് വെച്ചാൽ നമുക്കൊരു തീ പിടിക്കാൻ തുടങ്ങും. നമ്മുടെ മൂട്ടിന് തീ പിടിക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തീ പിടിക്കും നമുക്കൊരു ചിന്ത വരും. വി വാണ്ട് ടു ഡു സംതിങ്, വി വാണ്ട് ടു മേക്ക് ഇറ്റ് റൈറ്റ്. ഇത്രയും കാലം കളിച്ചു, നടന്നു, എൻജോയ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, ഓക്കെ, ഇത്രയും കാലം എല്ലാം ചെയ്തു. അതിൽ ചില ആൾക്കാർക്ക് അതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്, അതൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ട്, അതൊരു പ്രയാസമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഇവരെന്ത് വെച്ചാൽ ഇനഫ് ഇസ് ഇനഫ് എന്ന് പറഞ്ഞ് തീരുമാനിച്ചെന്ത് ചെയ്യാണ്, ഇവര് തീരുമാനമെടുക്കുകയാണ്, ഐ ഹാവ് ടു ഫിക്സ് മൈ ലൈഫ്. അങ്ങനെയാണ് 10, 35 വയസ്സായിട്ടുള്ള, അല്ലെങ്കിൽ 40 വയസ്സായിട്ടുള്ള, 50 വയസ്സായിട്ടുള്ള പല ആൾക്കാരും ഈ പ്ലാറ്റ്ഫോമിലേക്കും പ്രോഗ്രാമിലേക്കും വരുന്നത്. That's why you are here. And ഒരു ഗുഡ് ന്യൂസ് പറയാനുള്ളത് എന്ന് വെച്ചാൽ 80% of the people, 80% of the people, 80 or 90%, most of probably 90% of the people are financially stable after 40. 35, 40 വയസ്സാകുമ്പോഴേക്കും അവര് അധികം 80%, 90% ആൾക്കാരും 40-ന് ശേഷമാണ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത്. അതിന്റെ കാരണം എന്താ? മിസ്റ്റേക്ക് ചെയ്ത് ഹാബിറ്റ്സ് ചെയ്ത് തെറ്റായ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുവിധം കളികളൊക്കെ കളിച്ച് മിസ്റ്റേക്സുകളൊക്കെ വരുത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ് ആ ഇമോഷൻസ് ഒക്കെ മെച്യൂരിറ്റി പാകപ്പെടുന്ന ഒരു സമയം എടുക്കുകയാണ്. ഫസ്റ്റ് 20 years എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് 40 years എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് കോൾഡ്, അതൊരു ലിവിങ് എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ then there is maturity comes, experience comes, knowledge comes. നമ്മുടെ ഇമോഷൻസ് നമ്മൾ കുറെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിന് ഒരു മെച്യൂരിറ്റി വേണം. ഏത് ഇനി ഇതിങ്ങനെ കുറെ കളിച്ച് നടന്ന് മതിയായ അത്യാവശ്യമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് മോക്ഷം നേടാന്ന് പറയും, മോഹം ക്ഷയിക്കുക. അത്യാവശ്യം കളിച്ച് ഇനി മതി. കാരണം എന്താ, മോക്ഷം നേടാന്ന് പറഞ്ഞാൽ മോഹം ക്ഷയിക്കലാണ്. മോഹം ക്ഷയിക്കുന്ന 2 രീതിയിലാണ്. നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ നല്ല മോഹം, ഒരുപാട് ബിരിയാണി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു മോഹം ക്ഷയിക്കും. അതാണെന്ന് വെച്ചാൽ ഒരു മോഹം ക്ഷയിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ മോഹം ക്ഷയിക്കുന്ന അവസ്ഥ എന്താണ്? ബിരിയാണി വേണ്ടാന്ന് തീരുമാനിക്കില്ല. അത് കുറച്ച് പ്രയാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു പ്രാവശ്യം ബിരിയാണി കഴിച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അത് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞവൻ ചിലപ്പോൾ കഴിച്ചു. തീരെ കഴിക്കാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അവനത് അറിയില്ല, അവനും മോഹം വേണ്ടാന്ന് വെക്കാൻ അവന് കഴിയും. പക്ഷെ ഒരു പ്ലഷർ ടേസ്റ്റ് അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചു അപ്പോ അയാൾ വീണ്ടും എന്ത് ചെയ്യും, എൻജോയ് ചെയ്യുന്നത്, അതിന് അഡിക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈവൻ ആ മോഹം വരെ ക്ഷയിക്കും. എങ്ങനെ? കുറേ കാലം അത് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് അതിനോട് ഒരു മോഹം ക്ഷയിക്കും അതിന്. അപ്പൊ ആ ക്ഷയം സംഭവിക്കുന്നത് ഒരു 30, 35, 40 വയസ്സാകുമ്പോൾ കുറേ ആൾക്കാർക്ക് എന്തെങ്കിലും മോഹം ക്ഷയിച്ചിട്ടുണ്ടോ?
ഇത്രയും കാലം ഇങ്ങനെയൊക്കെ പോയി, ഇത്രയും കാലമൊക്കെ റിലാക്സ് ചെയ്ത് പോയി, ഈ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പിന്നീട് അവരെന്ത് കുറച്ചൊന്ന് സെൽഫ് ഡിസിപ്ലിൻഡ് ആവണം. അപ്പൊ അങ്ങനെയുള്ള സംഗതികളോടൊക്കെ മടുത്തു, കളിച്ചത് മടുത്തു, എൻജോയ് ചെയ്ത് മടുത്തു, റിലാക്സ് ചെയ്തിട്ടത് മടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു തിങ്കിങ്ങിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ സ്പിരിച്വൽ സ്റ്റേജിലേക്ക് ആൾക്കാർ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങും. അതാണ് അടുത്തൊരു സംഗതി എന്താ വെച്ചാൽ, ഇവർക്ക് ഇതിന്റെ കൂടെ തന്നെ എന്തുകൂടെ കിട്ടിയിട്ടുണ്ടാവും? ഈ കളിച്ച് നടന്നതിന്റെ സൈഡ് എഫക്ട്സ് ആണ് എന്താ വെച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആഗ്രഹങ്ങളൊന്നും വല്ലാണ്ട് പുറത്തെടുക്കാനുള്ള ഒരു താല്പര്യ സിറ്റുവേഷനോ മൈൻഡോ ഉണ്ടാവില്ല, പ്രാരാബ്ദങ്ങൾ ചുറ്റിലും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവനൊന്ന് ഒതുങ്ങും. ദിസ് ഇസ് കോൾഡ്, നമ്മൾ വിളിക്കുന്നത് മെച്യൂരിറ്റി എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇമോഷൻസിനൊക്കെ ഒന്ന് ബാലൻസ് ഔട്ട് ആവുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നിട്ട് ബാലൻസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ദർ ഇസ് എ ഗുഡ് ഹോപ്പ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇമോഷൻസ് വലിയൊരു പ്രശ്നമല്ല നമുക്കിപ്പോ. ഇമോഷൻസിന്റെ പിന്നാലെ വല്ലാതെ പോകാനുള്ള ആഗ്രഹമില്ല, അഡിക്ഷൻസ് ഇല്ല. അപ്പൊ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ബ്രിങ് ബാക്ക് യുവർ കരിയർ. ഇപ്പം 35-40 ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. കാരണം നിങ്ങൾക്ക് വേണ്ടത്ര നോളജ് ഉണ്ട്, വേണ്ടത്ര വിസ്ഡം ഉണ്ട്, വേണ്ടത്ര പക്വതയുണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഡൗട്ടാണ്. ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. യു ഗോട്ട് ഇറ്റ്? അതാണ് ഏറ്റവും വലിയ ശത്രു. ഇത്രയും മേയിച്ചായി ഇനി എന്നെ കൊണ്ട് പറ്റും. അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഇനി പറ്റും. ബിക്കോസ് ഇത്രയും കാലം പറ്റാതിരുന്നതിനെ ബേസ് ചെയ്തിട്ട് നോക്കണ്ട. കാരണം ഇത്രയും കാലം നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് പ്ലഷറുകളായിരുന്നു, നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് മോക്ഷം കിട്ടാത്ത അവസ്ഥയായിരുന്നു, നിങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളായിരുന്നു, ഇമോഷണൽ ഇന്റൻസിറ്റി ആയിരുന്നു. അതെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഒരു എന്താ പറയുക, ഒതുക്കവും പക്വതയും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പിയർ പ്രഷർ നിങ്ങൾക്ക് കയറി വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്താം, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം, ആൻഡ് ടേൺ യുവർ ലൈഫ് അറൗണ്ട്. Because you have maturity, you have more knowledge, and you are at the right environment. The only thing is believe in yourself. Yes, you can do it. Because why? ഇത്രയും കാലം നമ്മൾക്ക് இந்த സെൽഫ് ഡൗട്ട് എവിടെ വരുന്നത്? ഇത്രയും കാലം പരാജയപ്പെട്ടത് കൊണ്ടാണ് സെൽഫ് ഡൗട്ട് വന്നത്. ഇത്രയും കാലം മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഡൗട്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലം മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഇനി ഡൗട്ട് വരണ്ട എന്ന് ഞാൻ പറയുന്നു. ഇത്രയും കാലം മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് ഇനി ഡൗട്ട് വരണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ഇത്രയും കാലം മിസ്റ്റേക്ക് പറ്റി ആ സമയത്തൊന്നും നിങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ പഠിച്ച് അത്യാവശ്യം പഠിച്ച് പക്വത വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ അതിന്റെ പിന്നാലെ പോലെ. കാരണം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അത്തരത്തിൽ അത് മതിയായിട്ടുണ്ട്, അത്രയും സംഭവിച്ചിട്ടുണ്ട്. ഇനഫ് ഇസ് ഇനഫ്. നൗ യു ആർ മെച്യൂർഡ്, യു ആർ സെൽഫ് അവെയർ. നിങ്ങൾക്ക് എങ്ങനെ പോകും, നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനോട് നോ പറയാനുള്ള പക്വത വന്നിട്ടുണ്ട്. കാരണം അതിനോട് നോ പറയാതെ അതിലേക്ക് പോയിട്ട് അതിനോടുള്ള മോഹം ക്ഷയിച്ചിട്ടുണ്ട്. സോ you are at the right track. Are you at the right track? Let me know. Are you safe? Are you feeling safe? Are you feeling better? Just comment down if you are feeling better, and if you are feeling better, if you are feeling safe, just comment down safe ennalladine endiya, or s safe and better ennalladine sb ennu comment cheya. sb safe and better, just comment down. അടിപൊളി സെഷൻ. ഓക്കെ, സേഫ് ആൻഡ് ബെറ്റർ. വെരി ഗുഡ്. നല്ല മഴയുണ്ടെന്നാ പറയുന്നത് അല്ലേ? ഇവിടെ അത്ര മഴയില്ല, വലിയ കുഴപ്പമില്ല. സോ സേഫ് ആൻഡ് ബെറ്റർ, യു ആർ ഫീലിംഗ് സേഫ് ആൻഡ് ബെറ്റർ ബിക്കോസ് യു ഹാവ് ഗോൺ ത്രൂ ഇനഫ് ആൻഡ് യു ഹാവ് ബിൽറ്റ് മെന്റൽ മസിൽ. നമ്മൾ യങ് ഏജിൽ നമുക്ക് മെന്റൽ മസിൽ ഇല്ല, സെൽഫ് ഡിസിപ്ലിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെന്റൽ മസിൽ നമുക്ക് ആയിട്ടില്ല. യങ് ഏജിൽ അധികം യങ് ആയിട്ടുള്ള ആൾക്കാരുടെയും പ്രശ്നമുണ്ട്. അവർക്ക് അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ കുറച്ച് അത്യാവശ്യം എന്താ വെച്ചാല് പെയിനും സംഗതികളും കാര്യങ്ങളിലൂടെ കടന്നുപോയി, പരാജയങ്ങളിലൂടെ കടന്നുപോയി യു ഹാവ് ബിൽറ്റ് യുവർ മെന്റൽ മസിൽസ്. That means you are at the right spot. You feel safe.
you are going to transform your life. The thing is, അതുകൊണ്ട് സെൽഫ് ഡൗട്ട് വേണ്ട. ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സെൽഫ് ഡൗട്ട് ആണ്. ലൈക്ക് ഇനി എന്നെ കൊണ്ട് പറ്റുമോ, ഇനി എന്നെ കൊണ്ട് പറ്റുമോ, ഇനി എന്നെ കൊണ്ട് പറ്റുമോ. നോ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് എ റൈറ്റ് പേഴ്സൺ. ഒരൊറ്റ പേഴ്സൺ വന്നാൽ മതി ചിലപ്പോ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി കിട്ടിയാൽ മതിയോ, ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയാൽ മതിയോ. The thing is, like, just keep looking. നോക്കിക്കൊണ്ടേയിരിക്കുക. Where is it? What I'm going to do differently? എന്ത് ഞാൻ ചെയ്തിട്ട് എനിക്ക് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റും? How can I get out? How can I grow? How can I, like, just have that hope and just keep on trying. And voila, one day you will be like exploding like anything. So have that hope. There is hope that I can transform myself. മനസ്സിലാവുന്നുണ്ട്? സോ നിങ്ങളെ ബെറ്റർ വേർഷൻ. അപ്പൊ അതിലേക്ക് എന്ത് വെച്ചാൽ ഇനി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. കീപ് ഓൺ ട്രൈ, കീപ് ഓൺ ബിൽഡിങ് യുവർ സെൽഫ്, കീപ് ഓൺ. ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ബെറ്റർ? ഞാൻ ചോദിക്കുന്ന കാര്യം എങ്ങനെ ബെറ്റർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും ചോദിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം കീപ് ദ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും പ്ലാനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ ഒരുപാട് ഐഡിയാസ് കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതല്ല, നിലവിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഐഡിയ ബെറ്റർ ആക്കാം. നിലവിൽ അതിൽ നിന്ന് ഫോക്കസ് മാറിപ്പോ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, സാറ് പറഞ്ഞിട്ടുണ്ട് പുതിയത് എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് അപ്പൊ വേറെ പ്രൊജക്ടിന്റെ പിന്നെ അതല്ല ഞാൻ പറഞ്ഞു. അത് കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം വേറെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് പോകുന്നു. അപ്പൊ ഇതിൽ നിന്ന് ശ്രദ്ധ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും ഡിസിപ്ലിൻ ഇല്ല, ഇതിലും ഡിസിപ്ലിൻ ഇല്ല. Like it will be fluctuating, but just keep on doing one thing. Consistent, but make it better. ആ വൺ തിങ് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, ആ വൺ തിങ് എങ്ങനെ ഉഷാറാക്കി കൊണ്ടുവരാൻ പറ്റും, ആ വൺ തിങ് എങ്ങനെ കൂടുതൽ റിസൾട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ബെറ്റർ? മനസ്സിലാവുന്നുണ്ടോ? And it's okay. Sometimes it will be like, not perfect ആയിരിക്കില്ല, മിസ്റ്റേക്സ് സംഭവിച്ചേക്കാം, പോരായ്മ സംഭവിച്ചേക്കാം. But that's okay. But just keep on trying, never lose hope. And so that's what I was talking about, battle against pleasure. നിങ്ങളുടെ പ്ലഷറുകൾക്കെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബാറ്റിൽ നടത്തുന്നു. Then മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് it's a battle against your emotions. നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ പ്രൊവോക്കേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ലൈക്ക് വാട്ട് ക്യാൻ ഐ സേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വല്ലാണ്ട് ട്രിഗർ ചെയ്യുന്ന ചില ഇൻസിഡൻസുകളുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാറ്റിൽ അഗെയിൻസ്റ്റ് ഓർ ലൈക്ക് ഇമോഷൻസ്. നമ്മൾക്ക് ചെറിയ സംഗതികൾ നമ്മളെ ട്രിഗർ ചെയ്യുന്ന ചില സംഗതികളുണ്ട്, നമ്മളെ വല്ലാണ്ട് ട്രിഗർ ചെയ്യുന്നു. ആ ട്രിഗർ ചെയ്യുന്ന ലൈക്ക് ഇമോഷണൽ ഡ്രിവൺ ബിഹേവിയർ, അതിനെതിരെയുള്ള ഒരു ബാറ്റിലാണ്. എങ്ങനെ പറയാ? പ്ലഷറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചില ഇമോഷൻസ് നമ്മൾ ട്രിഗർ ചെയ്യുന്നതോടുകൂടി നമ്മൾ തീരുമാനങ്ങൾ മാറും. ഫീലിങ്സ് വരുമ്പോഴേക്കും, ചെറിയ ഫീലിങ്സ് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാണ്? ഡൗൺ ആയി പോവാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തുണ്ടാവരുത്, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ മറക്കരുത്, നമ്മളുടെ 30-ാം തീയതി നമ്മുടെ പ്രോഗ്രാം വരികയാണ്, കാലിക്കറ്റ് വെച്ചാണ് നടക്കുന്നത്. കം ആൻഡ് ജോയിൻ. കംപ്ലീറ്റ് പ്രൈസിംഗും ഡീറ്റെയിൽസും എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ഇൻ 2-3 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്താ വെച്ചാൽ ഫൈനലൈസ് ചെയ്യും. മറക്കരുത് കേട്ടോ. മുഹമ്മദ് അർഷാദ്, മഴ ഷാഫ് സാറിന്റെ ക്ലാസ് അന്തസ്. എനിവേ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ചായ കുടിച്ചിട്ട് ഇരുന്നിട്ട് ക്ലാസ് കേട്ടിട്ടുണ്ടിരിക്കുകയാണ് അല്ലെ? അടിപൊളി, ഉഷാറാവട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക, മഴ പെയ്യും, മഴക്കാലം വരും, വേനൽക്കാലം വരും, എല്ലാ വർഷകാലങ്ങളും വസന്തവും എല്ലാം വരും, അവധിക്കാലം വരും, എല്ലാം വരും. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് നടക്കും. നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. It doesn't matter what happens outside.
ഇറ്റ് ഡസ് മാറ്റർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് തരത്തിലുള്ള ചിന്തകളാണ്, കാഴ്ചപ്പാടുകളാണ്, വർക്കിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം മറക്കരുത്. ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും മറ്റൊരു സെഷനായിട്ട് വരാം. ഒരുപാട് പറയാനുണ്ട്, കൺസിസ്റ്റൻസിയെ കുറിച്ചും സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചും പറയാനുണ്ട്. നമ്മുടെ ഇമോഷൻസിനെതിരെയുള്ള ബാറ്റിലാണത്. അപ്പൊ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കരുത്, ഇപ്പൊ നമ്മുടെ മീറ്റപ്പിന് എന്തായാലും എല്ലാവരും വരണം. നിങ്ങളുണ്ടാകുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നത്. സോ കം ആൻഡ് ജോയിൻ. ഈ ഒരു 30th നടക്കുന്ന മീറ്റപ്പിൽ എന്ത് ചെയ്യുക, വരിക. മറക്കരുത്, അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളും നമ്പറൊക്കെ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വിളിക്കണം കേട്ടോ. 8086887775 ഈ നമ്പറിലേക്ക് വിളിക്കുക, എന്നിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ. 8086880775 ഈ നമ്പറിലേക്ക് വിളിക്കുക, ബുക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ്. മറക്കരുത്. ഓക്കെ.